Hey all, assalamu alaikum. Welcome back to my channel. Hello. Don't put it in your mouth, please. Give me. Good boy. Better. You feel better? Good boy. Go and play. Take your toys, go and play. Bye. You're welcome. മുതലാളി സോ ഓർമ്മയുണ്ടോ എന്നെ ഒരു ടൈമിൽ ഭയങ്കര വ്ളോഗ് ഭ്രാന്തിയായിരുന്നു ഇങ്ങനെ ഭക്ഷണത്തിന് ഓർമ്മയുണ്ടോ ആൻഡ് യാ ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ രാവിലെ തന്നെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഇന്ന് ബ്രാത്താണ്. ആക്ച്വലി നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ബറാത്ത് എന്ന് പറയും, ഇവിടെ ബ്രാത്ത് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ? ആൻഡ് ഐ ആം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് നല്ലൊരു മന്ത് വരാൻ പോണല്ലേ. ഇനി വിതിൻ 15 days നോമ്പൊക്കെ വരാൻ പോണെയാണ്. സോ വി ഹാവ് ടു ഗെറ്റ് പ്രിപ്പയർ ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ന് മുതൽ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രിപ്പറേഷൻസ് ഇൻ ദ സെൻസ് കുക്കിങ്ങോ അങ്ങനെ ഇങ്ങനെ ഓൾറെഡി ചെയ്ത് വെക്കൂല ഞാൻ. എനിക്കങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഫ്രഷായിട്ട് ചെയ്തിട്ട് കഴിക്കണതാണ് ഇഷ്ടം. ആൻഡ് അങ്ങനെ ചെയ്യണതും ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് നല്ലതല്ല എന്നല്ല ഞാൻ പറയണേ. ഫ്രീസൊക്കെ ചെയ്തിട്ട് വെക്കാറൊക്കെ ഉണ്ട്, ഇങ്ങനെ കട്ട്ലറ്റൊക്കെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി, വിച്ച് ഈസ് ഓൾസോ ഗുഡ് തിങ്. പക്ഷേ എനിക്കിങ്ങനെ ഡെയിലി കുക്കൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. ബട്ട് ദ തിങ് ഈസ്, ദ റിയാലിറ്റി ഈസ് ഫസ്റ്റത്തെ റിയാലിറ്റി പറയാം, നല്ല ചുമ. 2 weeks ആയി. മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് അത്ര ഒന്നും കൺട്രോളിൽ കിട്ടില്ല. വൈ? ബിക്കോസ് ഫുൾ അൺഹെൽത്തി ഫുഡാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് ഹെൽത്തി ആവാനാണ് വിചാരിക്കണേ നോമ്പ് വരുമ്പോൾ. നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ മാറ്റർ എവിടെ നിന്നൊക്കെയോ പോയല്ലേ. അപ്പോൾ ഇന്ന് ബ്രാത്താണ്. അപ്പോൾ അതിനുള്ള കുറച്ച് സ്വീറ്റൊക്കെ ഇല്ലേ, അതിൻ്റെതായ സ്പെഷ്യൽ സ്വീറ്റ്. ഓരോ നാട്ടിൽ ഓരോ ഐറ്റം ആയിരിക്കുമല്ലോ. എൻ്റെ വീട്ടിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, വേറെ ഐറ്റംസാണ്. ഇവിടെ വേറെയാണ്. അപ്പോൾ 8 years ആയിട്ട് ഞാൻ ഇവിടെയല്ലേ കാണണല്ലേ. അപ്പോൾ അത് സോനുമാണ് വെക്കണം. എന്തോ പറയൂ സോനതിന്. നിങ്ങൾ വേറെ നമ്മുടെ പണ്ടത്തെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിക്കാം. അപ്പോൾ അതിന്ന് സോനും വെക്കും. ഇപ്പോൾ കറൻ്റ്ലി അവർ അപ്പുറത്തെ ബിസിനസ്സിൻ്റെ വീട്ടിലാണ്. ബിക്കോസ് ബേബിയും സോനും എന്തോ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട് സ്റ്റോക്സിൻ്റെ, അത് ചെയ്യാൻ പോയിരിക്കുക. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഞാനും എബ്ബു മാത്രമാണ്. അല്ലാതെ 2 മെയ്ഡ്സ് ഇന്ന് വന്നിട്ടുണ്ട്. യൂഷ്വലി ഡെയിലി നമുക്കിങ്ങനെ മെയ്ഡ്സൊന്നും ഇല്ല. ഡെയിലി ക്ലീനിങ് വർക്കൊക്കെ ഞാൻ സോനു തന്നെയാണ് ചെയ്യണം. ഇത് മെയിനായിട്ട് കുറച്ചുകൂടെ നീറ്റായിട്ട് ചെയ്യണം. ബ്രാത്തായതുകൊണ്ടിട്ട് കുറച്ചുകൂടെ വീടൊക്കെ വൃത്തിയാക്കി റംദാനൊക്കെ വരാൻ പോകണല്ലേ. അതുകൊണ്ട് 2 extra മെയ്ഡിനെ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ദിൽ ക്ലീൻ എവറിത്തിങ് ആൻഡ് ദിൽ ഗോ. അപ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് ഫ്രഷ് ആൻഡ് നീറ്റായിരിക്കും. അപ്പോൾ അവരത് മുകളിൽ ചെയ്യുന്നുണ്ട്. ഹായ്. ഓ ഡോണ്ട് എബോ വേണ്ട കേട്ടാ. എന്തൊക്കെ ഐറ്റംസ് വായിലിട്ട് കളിക്കാനുണ്ട്. ഒരു ചെറിയൊരു ഉണ്ട് ടോയ്. എബ്രോ ഗുഡ് ബോയ് അല്ലേ മമ്മരെ? ഗുഡ് ബോയ്. നോ കം ഹിയർ. എടുത്തു. നല്ല വാക്കി പറഞ്ഞാൽ കേൾക്കും. നല്ല മോണം, മാഷാ അല്ലാ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ആൻഡ് ഗ്രീൻ പീസ് കറിയാണ്. നോട്ട് ബാഡ്. പുട്ട് കടലയാണ് കുറച്ചുകൂടെ ബെറ്റർ. കുഴപ്പമില്ല. അപ്പോൾ ബേസിക്കലി ഞാനും എബ്ബുവാണ്. ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഐ ഹാവ് ടു പ്ലാൻ ഇന്ന് മുതൽ എന്തൊക്കെ ചെയ്യണ്ടേ. നോമ്പൊക്കെ വരാൻ പോകണമല്ലോ. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ്, എൻ്റെതായ കുറച്ച് പേഴ്സണൽ ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. അറേഞ്ചൊക്കെ ചെയ്യണം കിച്ചൺ അങ്ങനെയൊക്കെ. പിന്നെ ഐറ്റംസൊക്കെ മേടിക്കാൻ പോണത് ഒരു 1 week ഒക്കെ കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് ഇനി 15 days ഉണ്ടല്ലോ. അപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. ഇപ്പോൾ ബിസിനസ്സും ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഡ്രെയിൻ ആയി പോകാൻ ചാൻസ് ഉണ്ട് മൊത്തത്തിൽ. അതും മാനേജ് ചെയ്യണം. വീഡിയോസിൻ്റെ കാര്യം നോക്കണം. ബിക്കോസ് ഇപ്പോൾ ഫുള്ളി 3-4 months ബിസിനസ്സിൽ ബിസി ആയതുകൊണ്ടിട്ട് യൂട്യൂബ് ഞാൻ നോക്കാറില്ലല്ലോ. വ്ളോഗ്സ് ഇടാൻ നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് ഗെറ്റ് ടൈം. പക്ഷേ റംദാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് മാൻഡറ്ററി. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിന്
നിർത്താൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഹാവ് ടു ഡു റംദാൻ വീഡിയോസ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഞാൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലെറ്റ്സ് പ്ലാൻ തിങ്സ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇന്നത്തെ ബ്രാത്തിൻ്റെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സ്വീറ്റൊക്കെ ഉണ്ടാക്കി ഓതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ യാ ലെറ്റ് മീ ഈറ്റ് ദിസ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എബുവിൻ്റെ അടുത്ത് കുറച്ച് കളപ്പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് കുറച്ച് കളിച്ച് ബോളിലൊക്കെ ഇപ്പോഴും എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം മറ്റേ ചേച്ചിമാരെ പുറകിലാണ് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ എസ്കേപ്പായി. ബേബി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതോട്ട് ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. നോർമൽ റൈസാണ്, നെയ്ച്ചോറൊന്നുമല്ല. നൈറ്റ് നാസ്റ്റ് എന്തെങ്കിലും വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചേച്ചിമാരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും ലഞ്ച് കൊടുക്കണം. അപ്പോൾ നേരത്തെ കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചുമയും വെച്ചുകൊണ്ട് ഞാൻ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ പോവാം. ഞാൻ ഡെഫിനറ്റ്ലി റെസിപ്പി നേരെ കാണിക്കില്ല. ഇന്ന് എന്താണോ മൈൻഡിൽ വരുന്നത് ആ ടൈപ്പ് ഒരു ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ആദ്യം എടുത്ത് വെക്കാം. ഞാനവിടെ എൻ്റെ പണി ചെയ്യുമ്പോൾ എബ്രു ഈസ് പ്ലേയിങ് ഹിയർ. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് സംസാരിക്കണമായിരിക്കും നല്ലത്. ഞാൻ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പുറകെ വരും മാമിയെന്ന്. വീട്ടിലത്തെ പണി ഈസ് ഗോയിങ് ഓൺ. ഫുൾ മെസ്റ്റപ്പായി കിടക്കും. ഇപ്പോൾ ഇതെല്ലാം ഇന്ന് ക്ലീൻ ആവും ഇൻഷാ അല്ലാ. റാസർക്കുള്ളിൽ എല്ലാം ക്ലീൻ ആവും. എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ നിസ്കരിച്ച് ഓതൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാ. മുകളിലത്തെ പണിയൊക്കെ കഴിഞ്ഞു, പക്ഷെ ഞാൻ മുകളിൽ പോയിട്ടില്ല, നോക്കണം. എനിക്കിപ്പോൾ ഒരു ചെറുതായിട്ട് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു റംദാൻ്റെ ഫീല് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഗൈസ്? പ്രിപ്പറേഷൻസ് ഗോയിങ് ഓൺ ആണോ? നിങ്ങൾ എന്നെ പോലെ ഡെയിലി കുക്ക് ചെയ്യുന്ന ആളാണോ റംദാനിൽ? അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ പ്രിപ്പറേഷൻ ഓൾ പ്രെപ്സ് ഒക്കെ ചെയ്ത് വെക്കുന്ന ആളാണോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം? പിന്നെ ഈ ചുമക്കുള്ള എന്തെങ്കിലും റെമിഡി ഉണ്ടെങ്കിൽ പറഞ്ഞു. അതൊക്കെ ഞാനിപ്പോൾ ഒരു ബേബി ഒരു ആയുർവേദിക് സിറപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുടിക്കുന്നത് ഇപ്പോൾ 3 days ആയിട്ട്. നോക്കാൻ പോവായിരിക്കും.
നോമ്പിന് മുമ്പിലൊന്നും മാറിയാൽ കൊള്ളായിരുന്നു. ഞാൻ ബീഫ് കറി വെക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് ഒരു റെസിപ്പി നിങ്ങളെ കാണിച്ച് ബോർഡ് എടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കറി വെച്ചോണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നല്ല പിള്ളേർക്കിപ്പോൾ സുനുവിന് 9th എക്സാം ഫൈനൽ എക്സാം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുക. നേരത്തെ ആണ് 9th എക്സാം അവർക്ക്. എന്നിട്ട് 1 week ലീവ് ഉണ്ടാവും, നാളെ മുതൽ ലീവ് ഉണ്ടാവും. ആൻഡ് വിതിൻ 1 week 10th ക്ലാസ് സ്റ്റാർട്ട് ആവും. സൈഗുന് ഇപ്പോൾ ഏതോ ക്ലാസ് ടെസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ഒന്നും ആയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് മാർച്ചിലാണ് എക്സാം. സോ ഐ ഡോണ്ട് നോ. നമ്മൾ മാമി ഇത് 10ാമത്തെ വിളിയാണ്. ഞാൻ പോവും, എന്തെങ്കിലും ഓക്കെ എല്ലാം സെറ്റാക്കി കൊടുക്കും, വീണ്ടും വരും, പോവും, സെറ്റാക്കി കൊടുക്കും, വീണ്ടും വരും. ഇനി അടുത്ത വിളിക്കുന്ന മുമ്പ് ഞാൻ പോയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ പോയിട്ട് അവിടെ സെറ്റാക്കി വരുന്നതായിരിക്കും നല്ലത്. ആവശ്യമുള്ള ഉള്ളി, തക്കാളിയും പച്ചമുളകും എല്ലാ മസാലകളൊക്കെ ഇട്ട് ബീഫും ഇട്ടിട്ട് ഞാനൊരു വിസിലാവാൻ വെച്ച് വന്നു. അപ്പോൾ വന്നിട്ട് സോഫ നോക്കുമ്പോൾ ചേച്ചികൾ ജനാലൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ള പൊടിയൊക്കെ സോഫയിൽ ഇങ്ങനെ കിടക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത എടുക്കണം. ഒന്നാമത് എനിക്ക് ചുമയൊക്കെ ആയി ശ്വാസം മുട്ടണം. അപ്പോൾ എനിക്ക് പൊടി ഒട്ടും പറ്റില്ല. ഐ കാൻ ടോളറേറ്റ് പൊടി കണ്ട എനിക്ക് തുമ്മലും അത് ഇതൊക്കെ തുടങ്ങും. എന്നെപ്പോലെ തന്നെയാണ് എബു. അപ്പോൾ ഐ തോട്ട് ഇത് ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു വാക്യൂം എടുത്തിട്ട് ബീഫ് വേവണ ടൈമിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. സോ വാക്യൂമിങ്. അതിൻ്റെ ഇടയിൽ അറിയാമല്ലോ, മൂപ്പർ എനിക്ക് ഒരു പണിയുള്ള അടുത്ത് 10 പണി ഉണ്ടാക്കും. എന്നാലും ഐ ലവ് ഹിം നോട്ടിനെസ്. അവനൊരു ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ബോറിങ്ങാണ്. ബിക്കോസ് എന്നെ ഇങ്ങനെ ഇരിക്കാൻ സമ്മതിക്കില്ല, എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ബാക്കിലിരുന്ന് കുർത്തക്കേട് കാണിക്കുന്നത്. ചുമ മാറണില്ല എന്നാണ് തോന്നണേ. കണ്ടില്ലേ, പൊടി കാണുന്നില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് കറി എന്തായി നോക്കാം. ഇന്ന് ഞാൻ വലിയ കുക്കറിലാണ് ബീഫ് കറി വെച്ചത്. ബിക്കോസ് എക്സ്ട്രാ ആളുകളുണ്ടല്ലോ. വായിന്ന് തോന്നണം ചെസ്റ്റ്. അപ്പോൾ ബീഫ് കറി തുറന്നിട്ട് മല്ലി ഇല ഒക്കെ ഇടാനുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം. സോ ഐ ആം പ്ലേസിങ് ദ ക്യാമറ ഓവർ ഹിയർ. ഓക്കെ, ഫുള്ള് എയർ പോയി കഴിഞ്ഞതിന് ശേഷമേ എടുക്കാൻ പാടുള്ളൂ. ഇറ്റ് റിയലി ലുക്സ് യം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ ബേബി അടുത്ത് പ്രത്യേകിച്ച് ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യ് എല്ലൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് കറി വേണമെന്ന്. നെയ്യ് എല്ലാമുള്ള ബീഫ് കറിയാണ് ഗൈസ്. കുറച്ചുകൂടെ നമുക്ക് തിളപ്പിക്കരുത്. ഞാൻ ഒറ്റ വിസിലാക്കിയിട്ടുള്ളൂ, വലിയ കുക്കറായതുകൊണ്ടിട്ട് നല്ലോണം വെന്തു. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ലുക്സ് സോ ഗുഡ് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ കറി ആയപ്പോൾ തന്നെ ഒന്ന് ഇച്ചിരി നെയ്യും എല്ലൊക്കെ എടുത്തിട്ട് കഴിക്കുന്നത്? യൂഷ്വലി ചോറിന് എല്ലാവരും കഴിക്കും, പക്ഷേ എൻ്റെ ശീലം കറി ആയപ്പോൾ തന്നെ ഇനി കുറച്ചുകൂടെ തിളക്കാനുണ്ട് അത്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഒരു കുറച്ചുകൂടെ വെള്ളം ടൈപ്പ് ചാറൊക്കെ ഉണ്ടാവുമല്ലോ കുറുങ്ങണ മുമ്പുള്ളത് വിത്ത് നെയ് ആൻഡ് എല്ല് ചൂടാറണ മുമ്പ് വയ്ക്കട്ടെ. ലുക്ക് അറ്റ് ദിസ്. ഐ ജസ്റ്റ് ലവ് നെയ്. യമ്മി. എബു അടിപൊളി. ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ബേബി എടുത്ത് പറഞ്ഞാൽ എല്ലെടുപ്പിക്കുന്നു. ബേബി അല്ലെങ്കിൽ എല്ലിടൂല, ഇറച്ചിയിട്ട് കൊണ്ടുവരും. എനിക്കിഷ്ടമല്ല അങ്ങനെ. എല്ലും നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് കറി നല്ല ടേസ്റ്റ് ആവണം. ജമ്മി. നെയ്യ് എനിക്കിഷ്ടമാണ് ഭയങ്കര ബീഫിൻ്റെ. പിന്നെ ഇത് എൻ്റെ വേവാണ്, ഇവർക്ക് കുറച്ചുകൂടെ വേവണം. അതുകൊണ്ട് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഈ ഒരു വേവാണ് എനിക്കിഷ്ടം. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകണം എനിക്കിഷ്ടമല്ല. ഈ വ്ളോഗിൽ സോനും ബേബിനെ ഞാൻ കണ്ടിട്ടേ ഉണ്ടാവില്ല, ബിക്കോസ് അവർ അപ്പുറത്താണ്. ഇതുവരെ വന്നിട്ടില്ല ഗൈസ് ഇവിടെ. അടിപൊളി. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വന്ന മാപ്പിളക്ക് എങ്ങനെയുണ്ട് ബീഫ് കറി ആൻഡ് ചോർ?
വെറും ചോറിന് അയച്ചോറ് വേണ്ടെന്ന് വെച്ചു. യെസ്, നിങ്ങള് ബുദ്ധിമുട്ടുണ്ടല്ലേ? ആ, ഒരെണ്ണം കൊടുത്തോ. അവരെ സോപ്പിടാൻ നിന്നൊക്കെ ചേച്ചിമാരെ ചോക്ലേറ്റിന് വേണ്ടിയാവുന്നു. കഴിക്കൂ. സോ ഗൈസ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ചില്ല, ബിക്കോസ് ഞാൻ രാവിലെ പുട്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പുട്ട് ആൻഡ് ദാറ്റ് പീസ് കറി. അപ്പോൾ സോനും ബേബി അപ്പുറത്തുനിന്ന് വന്ന ബേബി ഫുഡൊക്കെ കഴിച്ച് കണ്ടല്ലേ. അപ്പോൾ സോനുൻ്റെ വക സ്പെഷ്യൽ എല്ലാ വർഷമുള്ള പോലെ ഷീസ് പ്രിപ്പയറിങ്. എന്താണിത്? കറി. കറി മീൻസ് ബീഫ് കറി അല്ല, അത് ഓൾറെഡി ഞാൻ വെച്ച് കഴിഞ്ഞു ഗൈസ്. പല സ്ഥലത്തും പല പേരാണോ? അല്ല, പല സ്ഥലത്ത് പല പേര്, പല സ്ഥലത്ത് പല സ്വീറ്റ് ആയിരിക്കും ബ്രാത്തിന് ഉണ്ടാക്കണത്. നമ്മുടെ അവിടെ ഇതൊന്നും അല്ല, വേറെ തന്നെ. കടലപ്പരിപ്പിന്റെ മണ്ണി പോലെ അങ്ങനെ പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ അപ്പം പോലെ അല്ല, കുറച്ച് കട്ടിയായിട്ട് പുഡിംഗ് പോലെ അതുപോലെ മണ്ണിയാണ്. അല്ല, മിക്കതും മമ്മ നേരത്തെ വീഡിയോ കോൾ ആക്കി ഉണ്ടായിരുന്നു, മമ്മ ചെയ്തിട്ടുണ്ട്. മിക്കതും പല ചിലര് സേമിയ കടലപ്പരി. ശരിക്കും ഈ കായ്ക്കറി എന്ന് പറയണത് ഇത് ഇളക്കിയിട്ട് പറയാം. ഇതെന്താ ഷുഗർ സിറപ്പാ? അല്ല, ഇത് മറ്റേത് നമ്മൾ ഇടിയപ്പത്തിന് ഉണ്ടാക്കണ പോലെ ഇത് പിടിക്ക് നമുക്ക് കൈക്ക് ചൂട് പറ്റാത്ത. കഴിഞ്ഞ പ്രാർത്ഥന ഇപ്പോഴും ഓർമ്മയുണ്ട്. ഷുഗർ ലെസ് ആക്കിട്ട് നീ എനിക്കെടുത്തു. ഇപ്പൊ ഒന്നും ഇല്ല. അയ്യോ, ഞാൻ ഷുഗർ കട്ടായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. ഞാൻ ഷുഗർ കട്ട് ആദ്യം ഷുഗർ ഇടാതെ എടുത്തു. ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. അതൊക്കെ ഒരു കാലം ഗൈസ്. വിൽ ബി ബാക്ക് ഇൻഷാല്ലാഹ്. അപ്പൊ ചൂട് സഹിക്കാൻ വേണ്ടി കൈകൊണ്ട് കുഴക്കുന്നതായിരിക്കും. ഓക്കേ, എനിക്ക് പറ്റൂല. അപ്പൊ ഇത് ആ പിടിക്ക് വേണ്ടിയുള്ള ഇത് ഞാൻ എടുത്താ കുറച്ച് കൂടുതൽ എടുത്താ. ആക്ച്വലി കൊച്ചി സ്റ്റൈലാണ്, കൊച്ചി ആൾക്കാർ ചെയ്യണതാണ്. മിക്കവരും ഉണ്ടാക്കും. കേരളത്തില് മിക്കവരും ഉണ്ടാക്കും. ഇപ്പൊ കർണാടകയില് മറ്റേ മണ്ണിയാണ്, അതാണെങ്കിൽ കേരളത്തിൽ മിക്കവരും ഇതുണ്ടാവും. ചിലവര് സ്വീറ്റ് എന്നുള്ള വേറെ ഒരു അപ്പം അവിടെ ഉണ്ടാവും കേട്ടാ വീട്ടില്, ഇങ്ങനെ എണ്ണൽ പൊറിച്ചെറു എടുക്കണത്. അത് പിന്നെ ഇന്ന് മമ്മ ഉണ്ടാക്കിയിട്ടില്ല, മഷുക്കിനൊക്കെ അത് ഇഷ്ടമല്ലാത്തോണ്ടിട്ട്. ഒരു ഉണ്ണിയപ്പ പോലത്തെ ഒരു വലിയ സാധനം, കുറച്ചുകൂടെ വലുത്. അപ്പൊ ഇത് അതിനു വേണ്ടി കുഴക്കണം. ചൂട് പോയിട്ട് ഇത് ഉണ്ടയാക്കിയിട്ട് ഇതിലേക്ക്. ഇത് ഓൾറെഡി എല്ലാ വർഷവും നമ്മൾ ചെയ്യണാണ്. പിന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഗ്ലിംസ് ആയിട്ട് നമ്മൾ പറയണമെന്നേ ഉള്ളൂ. ഇതെന്താ തേങ്ങാപ്പാലാണോ രണ്ടും? ഇത് 1-ാം പാല്, ഇത് 2ും 3ും കൂടി. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് വേറെ തന്നെ സ്റ്റൈലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ കാണിക്കണേ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇത് ഈ കിച്ചടി പരിപ്പ്, ഇത് ഞാൻ കിച്ചടി പരിപ്പ് പറഞ്ഞത്. മിക്കവരും കടലപ്പരിപ്പില്ലേ, വലിയ പായസത്തിന്റെ പരിപ്പ്, വലിയ കടലപ്പരിപ്പില്ലേ, ആ കടലപ്പരിപ്പും ഇച്ചിരി റൈസൊക്കെ ചിലർ തലേന്നൊക്കെ വെള്ളത്തിലിട്ട്, ഞാൻ ഇപ്പൊ ഇച്ചിരി വെള്ളത്തിലിട്ടാണ് വെള്ളം കുതിർന്നു പോയി. എന്താ വലിച്ചെടുത്ത് അരി ഓസ്മോസിസ് പ്രോസസ്. അപ്പൊ ഞാനിത് കിച്ചടി പരിപ്പും അരി സെയിം അളവിൽ എടുത്തേക്കണം. അതിന് ശേഷം ഇതിലിട്ടാണ് ഞാൻ വേവിക്കണം. ഈ 2-ാം പാലും 3-ാം പാലില് കുക്കറിൽ ഇട്ടിട്ട് ഇത് വേവിച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ തുറന്നു കഴിഞ്ഞിട്ട് ഈ പച്ചക്ക ഇടും. പച്ചക്കിട്ട് അതിലോട്ട് മീൻസ് ഇത് ഏത്തപ്പഴം, പഴുത്ത ഏത്തപ്പഴം ഇടണം. അപ്പൊ ഈ ഇത് അത്ര പഴുത്തിട്ടില്ല, ഒന്നും കുഴപ്പമില്ല, ഒരു നേരെ കുഴപ്പമുണ്ട്. എന്നിട്ട് ഇതും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഈ പിടിയാക്കി വെച്ചേക്കണ ഇട്ടിട്ട് അതിലോട്ട് ഇടും. ഇതാണ് ഈസി തിങ്. അല്ലാതെ എന്താ ചെയ്യണെന്ന് വെച്ചാല് പിടി എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ആവിയില് വേവിക്കും ഒട്ടാതിരിക്കാൻ. ഈ പൊടിയിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ആവിയിൽ വേവിച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യും. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ഓൾറെഡി വെന്തതാണ്. അപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ ഈ വേവണ ഇതിലോട്ട് തന്നെ ഇടുമ്പോഴത്തേക്കും വെന്തോളും പെട്ടെന്ന്. പക്ഷെ ഒട്ടാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അത് ലൂസായിട്ട് വെള്ളമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറുക്കുവാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ലൂസ് വെള്ളം പോലെ ആണെങ്കിൽ അരിപ്പൊടി കലക്കി അതിലോട്ട് ഇട്ടാൽ മതി. ഒരു ഷുഗർ കട്ടും ഇല്ല, മധുരമൊക്കെ മധുരമൊക്കെ അതിലേക്ക് വേവിക്കണ കൂട്ടത്തിൽ തന്നെ മധുരവും ഷുഗർ ആണോ ശർക്കര ആണോ? അല്ലല്ല, പഞ്ചസാര. ശർക്കര എന്ന് പറയുമ്പോ കളറ് മാറും, വെള്ളം മാറും. ഇപ്പൊ ഈ പച്ചക്കാണ്, പിന്നെയും പച്ചക്ക. ഈ ഏത്തപ്പഴം ഇല്ലേ, വാട്ടിയിട്ട് കഴിഞ്ഞാല് കളറ് മാറൂല. നമ്മിപ്പോ ഇതിലേക്ക് തന്നെ ഇടുമ്പോഴത്തേക്കും ജസ്റ്റ് ആ വൈറ്റിഷ് മാറും, അതിന്റെ ആ ഒരു കറ ഇറങ്ങുമ്പോ. നമ്മളെങ്ങനെ ഇടണം? വാട്ടിട്ടാൽ ഇങ്ങനെയാ കളറ് മാറിയാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്
നമ്മൾ ആ വേവിക്കണ കൂട്ടത്തിൽ തന്നെ ഇടുന്നുണ്ട്. നല്ല പ്യുവർ വൈറ്റ് വേണമെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് വാട്ടിയിട്ടാ അല്ലെ ആ ആദ്യം വേവിക്കണതിലിട്ട് വേവിക്കാം. മനസ്സിലായില്ലേ? എന്റെ പറഞ്ഞ ഈസി വേ, ഒറ്റ കുക്കറിൽ വേവിക്കാം. എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഈസി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേവിക്കാം. അതന്നെ. അതെന്ന് വെച്ചാല് ഇത് ആവില് നമ്മുടെ പിടി ആവില് വേവിക്കുക, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഈ പൊടിയിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ വേവിച്ചിട്ട് അത് ഊറ്റിയിട്ട് പിന്നെ ഇതിലോട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ്ടെന്ന്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൂല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ചാളിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആവും എങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാം എന്നുള്ളത്. ഓൾ അബൌട്ട് എക്സ്പീരിയൻസ് ഗൈസ്. അപ്പോൾ സോനത്ത് ഉണ്ടാക്കട്ടെ. പിന്നെ നമ്മുടെ ഫിറ്റ് ചെക്ക്, എത്നിക്സ് ഫിറ്റ് ചെക്കിലും ബ്ലിങ്ക് ബേയിലും ഒക്കെ നിങ്ങൾക്ക് പെരുന്നാളിലുള്ള അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റൊക്കെ. പെരുന്നാളിലുള്ളത് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങാം. ബിക്കോസ് സ്റ്റോക്ക് ഔട്ട് കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്യൂ പറഞ്ഞ കാര്യമല്ല. വി ഡോണ്ട് റീസ്റ്റോക്ക് ദ തിങ്സ് ആക്ച്വലി. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് പെരുന്നാളിലുള്ളതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്തോ പറയാനുണ്ട്? പറയാനൊന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇത് വെക്കാൻ പോണേ, വേവിക്കാൻ വെക്കാൻ പോണേ. ചെറിയ പരിപ്പ്. ഇതെന്ത് പരിപ്പ്? കിച്ചടി പരിപ്പ്. ആ, പിള്ളേർക്ക് കിച്ചടി ഒക്കെ ഉണ്ടാക്കും. കിച്ചടി ഉണ്ടാക്കും, നമ്മ പായസമൊക്കെ ഉണ്ടാക്കും. ഇതാണല്ലേ മിക്കവരും ഉണ്ടാക്കണ കടലപ്പരിപ്പാണ്. വലിയ പരിപ്പില്ല, പൊട്ടുകടല പോലത്തെ ആ പരിപ്പാണ് ഉണ്ടാക്കുക. പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടം. ഇതാണ് നല്ലത്. ആ, ഇത് ആ പാൽ ഒഴിക്കുക. ഞാൻ ഈ പാലില് ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏലക്ക കടിക്കാതിരിക്കാൻ വേണ്ടി ഏലക്കയിലിട്ട് അടിച്ച് എല്ലാം കൊണ്ട് ഈസിയാക്കി. പഞ്ചസാര ഇടുന്ന ഞാൻ കട്ടാക്കേണ്ടി വരും തോന്നില്ല. നെഞ്ചു പൊട്ടിച്ചാവും എല്ലാരും. അത്ര ഇടും. സോറി ഷുഗർ. കുഞ്ഞ വായല്ലേ ഉണ്ടോ? 2 3 എണ്ണ ഉണ്ടാവില്ലേ നിക്കോൾ? ഇത് ചെറിയതായതുകൊണ്ട് കുറേട്ടെ ഇനിയും വേണ്ടി വരും. എന്താ വെച്ചാൽ ഇനി പിടിയൊക്കെ വരും. ഇനിയും കുറച്ചും കൂടി വാട്ടർ നമുക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റ് വെക്കാനുള്ള ഒന്നാം പാൽ ഇത് ലാസ്റ്റാണ് വയ്ക്കണം. അമ്മ ഓഫ് ചെയ്യാൻ കഴിഞ്ഞു. കുറച്ചും കൂടി വെച്ചിട്ട് കറക്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, കറക്റ്റ് അല്ല കേട്ടോ ഗൈസ്, കുറച്ചുകൂടി വയ്ക്കാം ഉണ്ടല്ലേ. അത്ര അറിയുന്നുണ്ട്. കട്ടേ നെയ്ച്ചോറ് പോലെ ഈ 2ാം പാല് തന്നെ കൂടുതലെടുത്താൽ മതി. ഞാനിപ്പോ അരി എത്ര ഈ സാധനം എത്ര ഉണ്ടെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു എനിക്ക്. കണക്ക് തെറ്റി ഗൈസ്. എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കണക്കൊക്കെ തെറ്റും. ഇത് കുറച്ച് ഉപ്പ് കൊടുക്കുക, ആ മധുരത്തിന്റെ ബാലൻസിങ്. ഈ പഴം തന്നെ ആവണല്ലേ? വേറെ പഴം ഒന്നും ഇട്ടാൻ പറ്റൂലല്ലോ. ഇതാണ് കറിയിലിടുന്ന പഴം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്ത് വെക്കലല്ലേ? ഇനി ക്ലോസ് ചെയ്ത് നമ്മൾ വേവിക്കാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് ഈ പിടിയും കറക്റ്റാക്കാം. ഈ പിടി കറക്റ്റാക്കി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇടുന്ന ടൈമിൽ കാണിക്കാം. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണിക്കാമല്ലോ. വേവട്ടെ. എനിക്ക് എല്ലാം ഇപ്പൊ തന്നെ കാണിക്കും. How are you? I'm good. How are you, Abu? ഗൈസ്, അങ്ങനെ സോനുന്റെ പരിപ്പും ചോറല്ല അരി വേവണ ഗ്യാപ്പില് എല്ലാം സോനല്ലേ. ഞാൻ പോയി പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി അസുറൊക്കെ നിസ്കരിച്ചിട്ട് വന്നു. ബിക്കോസ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ യെസ് ബേബി, മമ്മി ഈസ് ഹിയർ. വാട്ട് യു വാണ്ട്? You need chocolate? But you ate already. Already ate. You already ate. You already ate, baby. Sure. You ate already. Oh no.
കുറച്ച് സ്റ്റൈൽ നോക്കട്ടെ. ചോക്ലേറ്റ് യു എയ്റ്റ് ഓൾറെഡി. നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്താ? ഇത് വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ലോണം വെന്തല്ലേ? ഇത് രണ്ടിലും അധികം വേവില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ ഇത് കട്ടിയാവും. കുറച്ചുകൂടി നമ്മ സാധനങ്ങളൊക്കെ ഇട്ടേപ്പോ കട്ടിയായാൽ നിങ്ങൾ തേങ്ങാപ്പാൽ കൂടുതൽ വെച്ചാൽ മതി. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ മറ്റേ പുഡിംഗ് പോലെ കഴിക്കണല്ല, കട്ടിയായിട്ട് വെള്ളം പോലെ വേണം, പായസം പോലെ. അടുത്ത പ്രൊസീജിയർ ചെയ്തപ്പെട്ടെ പൗഡറിൽ ഇത് ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഒട്ടിപ്പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ആവിയിൽ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ വേവിച്ചിട്ട് തണുത്തുള്ളത്തിലിട്ടെടുത്ത് എടുക്കുക, ഊറ്റിയെടുക്കുക. പക്ഷെ നമ്മളെ ഒട്ടുമില്ല, എന്താ വെച്ചാൽ ഇങ്ങനെ പൊടിയിലിട്ട് വെച്ചതല്ലേ. നെക്സ്റ്റ് പ്രൊസീജിയറാണ് ഇതിൽ തന്നെ ഞാൻ വാട്ടാതെ ഇടുന്നത്. ഇതിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറ. നെയ്യിൽ വാട്ടിട്ട് അതിലോട്ടിടും. വെറുതെ ഒരു പേരിന് പറഞ്ഞാണ് ഞാൻ. നേരത്തെ ഏലക്ക ഇട്ടത് കുറഞ്ഞു, അപ്പൊ ഞാൻ കുറച്ച് ഫ്ലേവർ ഇല്ല. ഫ്ലേവർ ഇല്ല, അപ്പൊ ഞാൻ കുറച്ച് കുരു ചതച്ചിട്ട് ക്രഷ്ഡ് ഇതിലോട്ട് കുറച്ച് എബ്രോ ക്ലോസ് ദ ഡോർ. പൊടിയിട്ടാ കടിക്കാൻ കിട്ടൂലേ. നോ ഐസ് ബേബി, ഐസ് വെക്കാറില്ല, നീ എടുക്കുമെന്ന് പറഞ്ഞു നിർത്തി. നോ ഐസ്, ലുക്ക്, നോ ഐസ്. ആഹാ, യു ആർ വെൽക്കം. ഈ പഴം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പിടിയും കൂടി ഇടുന്നു. അതൊന്നിച്ചിട്ടാ പോരെ, എന്തിനാ പഴം വേവണത്? അല്ലാണ്ട് that doesn't make any difference, I guess. ഇട്ടോ പൊടിയിടണ്ട, പൊടി വേണ്ട, അത് കട്ടിയായി പോകും. അതോടെ പെറക്കി പെറക്കി എടുക്കണം. പെറക്കി ഇട്ടോ, ഞാൻ ഇരിക്കട്ടെ പോയിട്ട് ചൂടെടുത്തിട്ട് ഇതും ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. അതൊക്കെ കഴിഞ്ഞ അതൊക്കെ ഇത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ബഷി ക്യാമറ ഏറ്റെടുത്തപ്പോഴത്തേക്ക് ബഷിയെ ബ്ലിങ്കസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നില്ലേ, കൊള്ളാലോ. പിടിയും ഇത് കറിയല്ലേ? കറി. അതായത് ഓരോരുത്തരുടെ സ്ഥലത്ത് ഓരോരോ പേരായിരിക്കും. ഞങ്ങളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ കറി എന്നാണ് ഇതിന് പറഞ്ഞത്. നിങ്ങളൊക്കെ എന്ത് പേരിലാണ് നിങ്ങൾ ഈ ഐറ്റം പറയണെന്നുള്ളത് കമന്റ് ആവട്ടെ അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. പൊതുവെ ഈ പ്രാർത്ഥന ടൈമിലൊക്കെ നമ്മളിത് ഈ സംഭവം ഉണ്ടാക്കാറ്. ഇന്ന് കറക്റ്റ് ആയിട്ട് ഒരു ഓർമ്മയായിട്ട് ഉണ്ടാക്കി. ലാസ്റ്റ് എന്താണിത്? നേരത്തെ കാണിച്ചത് ഇതായിരുന്നു. നമ്മളെ പിടിയും ഏത്തപ്പഴം ഇതിലിട്ടിട്ട് വേവിച്ചിട്ട് ഇപ്പൊ സെറ്റ് ആയി കണ്ട. ഓക്കെ, ഈ ഒരു സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ കുറുകി. ഞാൻ ലാസ്റ്റ് പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലാണ് കലക്കി ഒഴിക്കണത്. കലങ്ങിക്കോളും, കുഴപ്പമില്ല. അല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കഴിക്കാം. അതന്നെ വെറുതെ അതിനിപ്പോ ഒഴിച്ചോ, അതിന്റെ ഇളക്കുമ്പോ അടിയിലെ ഒരു ഇതുണ്ടാവുമല്ലോ, അത് ഒഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കിയാൽ ഇതും കൂടെ ഒഴിക്കുമ്പോ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും. പക്ഷെ ഇത് ഇരിക്കും തോറും കട്ടിയാവും. ലാസ്റ്റ് പാല് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്യൂ അതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഓൾറെഡി നെയ്യാണിത്, നെയ് മീൻസ് ഗീ. അതിലേക്ക് അതൊക്കെ ചൂടിൽ വെച്ചിട്ട് പ്രശ്നം വേറെ ടച്ചിലൊക്കെ അല്ല, അത് കരിഞ്ഞു എന്താ വെച്ചാൽ ചൂടാക്കിയല്ലേ. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇത് മാത്രം ഇട്ടു. എന്നാലും ഇഷ്ടം അത്ര ഇട്ടപ്പോ തന്നെ ഇതായാലോ. ചൂടാക്കാൻ വെച്ചായിരുന്നു ഞാൻ. നെയ്യ് ചൂടാക്കാൻ ഓൾറെഡി വെച്ചുകൊണ്ടാണ് അപ്പൊ തന്നെ ഇട്ട് ഇതിലോട്ട് ഫുൾ ടങ് ട്വിസ്റ്റർ ആണ് ഗൈസ്. എന്ത് ചെയ്യാനാ, ഫുൾ ഇന്ന് കൊറേ തലയിൽ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കണേ. ബിസിനസ് നമുക്ക് പരിപാടികളും കാര്യങ്ങളും വരും. പിന്നെ ഇപ്പൊ നോമ്പ് നമ്മ എന്ത് ചെയ്യുമെന്നാണ് അറിയാൻ പാടില്ലാത്ത, ഫുൾ ബിസി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബ്രാത്ത് കറി റെഡി ആയിട്ടുണ്ട്. ചിലവര് ഇതിൽ ഉള്ളില് ഉള്ളി ചിലവര് പക്ഷെ ഉള്ളി താളിച്ചിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി താളിച്ചിരുന്ന മറ്റേ സംഭവത്തിലാണ്, ചിലവര് ഉള്ളി കാച്ചിടും. ഇങ്ങനെ നെയ്യ് തന്നെ ഇതിലിട്ട് ചെയ്യും. നമ്മ അങ്ങനെയില്ല, നമ്മ ഇതില് കശുവണ്ടി മാത്രം ഇച്ചിരി ഇട്ടുകൊണ്ട് കാണാൻ പറ്റണില്ല. കണ്ട കശുവണ്ടി ഇതേ അത്രയൊക്കെ ഒരുപാട് കാണണമെന്നില്ല.
അപ്പൊ നമ്മുടെ ബ്രാത്തിന്റെ കറി റെഡി ആയിട്ടുണ്ട്. നേരത്തെ കുക്കറിലാണ് വെച്ചിരുന്നത്. കുക്കർ കവിഞ്ഞു ഒഴിഞ്ഞുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഊതലും എല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാ അങ്ങനെ ഓദ്യമൊക്കെ കഴിഞ്ഞു. സീരനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളെല്ലാവർക്കും മനസ്സിന് ഭയങ്കര ശാന്തിയായിരിക്കണം. ബിക്കോസ് പീസാണ്, ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. നമ്മളിപ്പോൾ എത്ര കാശ് ഉണ്ടാക്കിയാലും, നമ്മളിപ്പോൾ എത്രേ വലിയ നിലയിലാണെങ്കിലും പീസ് നമുക്കില്ല, സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. അപ്പോൾ എല്ലാവരും മനസ്സിനും സമാധാനം കിട്ടട്ടെ. ഇനി അടുത്ത മാസം റംദാൻ, അടുത്ത മാസമല്ല ഇതേ മാസം 15th കഴിയുമ്പോൾ റംദാൻ ആവും. ഫെബ്രുവരി 18th ആണെന്ന് തോന്നുന്നു. ഒരു 15 days കഴിഞ്ഞാൽ റംദാൻ വരും. നോമ്പൊക്കെ നമുക്ക് എല്ലാവർക്കും പിടിക്കാൻ പറ്റണം ഇൻഷാ അല്ലാഹ്. ഐ ഫീൽ സോ ഗുഡ്. ഇന്ന് ഓദ്യമൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ഫീലിംഗ്, ബിക്കോസ് വി ആർ വെൽക്കമിങ് ദ ഹോളി മന്ത്. അപ്പോൾ എല്ലാവരും മനസ്സിനും സമാധാനം കിട്ടണം, അതാണ് മെയിൻ തിങ്. അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ നമുക്ക് റംദാൻ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ കൊണ്ടുപോകാം ഇപ്രാവശ്യം എപ്പോഴത്തെക്കാളും. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു വൈൻഡ് അപ്പ് നൗ. ഇപ്പോൾ ട്യൂഷന് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇനി ഓതണം. ബിക്കോസ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നും ഓതാൻ പറ്റില്ല. സോനു പീരിയഡ്സ് ആണ്, ഓതാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പല പല ടൈമിങ്ങിലായിരിക്കും. അപ്പോൾ ഞാൻ ഓതി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി അവർ സമയമുള്ള പോലെ അവർ ഇതിലനുസരിച്ചിട്ട് ഓതട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.